ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളല്ല കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചെടികളുടെ അടുത്തോടെയൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തൊട്ടുള്ള വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ കറി വയ്ക്കാനായിട്ട് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ അടിപൊളി മീനാട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് വലിയ ചാള കിട്ടണത്. എപ്പോഴും ഈ കുഞ്ഞൻമത്തിയാണ് കിട്ടാറ്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞൻമത്തിക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലുത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് മോനാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ വലിയ ചാളയാട്ടോ. ഞങ്ങൾ മത്തി എന്നല്ല, ഞങ്ങൾ ചാള എന്ന് പറയണേ. അപ്പോൾ വലിയ ചാള കിട്ടിയിട്ടുണ്ട്, അതും നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്ന് ചാള കറിയും വയ്ക്കാം, ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ട് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇളയ ആൾ കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് തന്നതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അത് കുറച്ച് കഴിച്ചിട്ട് സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ പോയി മീനൊക്കെ ക്ലീനാക്കി. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയും മോള് ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് പനിഞ്ഞിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ലാസ്റ്റ് ആ ചട്ടിയിൽ മസാല തേച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ തേങ്ങ ചിരകി തരാണെങ്കിൽ ആ തേങ്ങ ഫുള്ളായിട്ട് ഇങ്ങ് ചിരകി തരും കേട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്ത് കൊടുക്കുമ്പോൾ ചിരകാൻ അവൾക്ക് ഇഷ്ടമല്ല. ചിരകുമ്പോൾ തന്നെ ഒന്നിച്ച് ചിരകണയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവൾ ചിരകി തരാണെങ്കിൽ എനിക്ക് സുഖമാണ്. ബാക്കി ഞാൻ കറി വെച്ചിട്ട് ബാക്കിയുള്ളത് ബോക്സിലാക്കി ഫ്രീസറിലേക്ക് വെച്ചേക്കും. അപ്പോൾ നമുക്ക് തോരനോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ അതെടുക്കുകയും ചെയ്യാം. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കാനാണ്. അപ്പോൾ 2 മാങ്ങ ഞാൻ എടുത്തെങ്കിലും നല്ല പുളി ഉണ്ടായിട്ടാണ്. മൂവാണ്ടൻ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അത് 2 ഞാൻ ഇട്ടിട്ടില്ല. പുളിക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം സവാള ഇവിടെ ഇരുന്നത് കളയണ്ടാന്ന് വിചാരിച്ചത് ഇതിലേക്ക് ഇട്ടതാട്ടോ. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ആ സവാളയും മാങ്ങ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിലയും. പിന്നെ തേങ്ങയുടെ കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ഉള്ളിയും കൂടി അരച്ചതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കേട്ടോ കഷ്ണങ്ങളിട്ട് വേവിക്കുന്നത്. അരപ്പ് തിളച്ചിട്ട് കഷ്ണം ഇടല്ല, അരപ്പും കഷ്ണങ്ങളും ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. ഈ മീനിനൊന്നും അധികം വേവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ അരപ്പ് തിളയ്ക്കണതിൻ്റെ കൂടെ അതും തിളച്ച് വെന്തോളും. അപ്പോൾ ആ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്തോളും. പിന്നെ ഇനി ഇത് വേവിക്കാനായിട്ട് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തിളച്ച് കുറുകി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ബീട്രൂട്ട് ഉണ്ടായി, അപ്പോൾ അത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും വേഗം തന്നെ മെഴുക്ക് പുരട്ടി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ചധികം ഉണ്ട് ബീട്രൂട്ട്. അപ്പോൾ പിന്നെ ഇനി അതിലേക്ക് തേങ്ങ ഇടണ്ടെന്ന് വിചാരിച്ച് മെഴുക്ക് പുരട്ടിയാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെ റേഡിയോയിൽ കേട്ടുട്ടോ, ഇന്ന് കുടുംബബന്ധത്തിൻ്റെ മൂല്യം ജനങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഒരു കുടുംബ ദിനമാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിനം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്ന് റേഡിയോയിൽ കേട്ടപ്പോഴാണ് അങ്ങനെയുണ്ട് ഒരു ദിനം എന്ന് മനസ്സിലായത്. അപ്പോൾ ഇന്ന് എല്ലാ കുടുംബങ്ങളിലും നല്ല ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ശരിയാണ്, ഇപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ വിലയൊന്നും ആർക്കും അത്ര, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കണ ഒരു കാലമാണല്ലേ. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിലും പഠിച്ചിട്ട് ആർക്കും തന്നെ നാട്ടിൽ നിൽക്കാനൊന്നും ഇഷ്ടമല്ല. എല്ലാവരും പഠിക്കുന്നു, UK പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേറെ വേറെ വിദേശ രാജ്യങ്ങളിൽ പോകാനാണ് കുട്ടികൾക്കും ഇഷ്ടം. നാടും വീടും ഒന്നും ആർക്കും വേണ്ടാണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ദിനം കൊണ്ട് അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഓർമ്മിപ്പിച്ചത് കൊണ്ടും കാര്യമില്ല. മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോടും നമ്മുടെ അയൽവാസികളോടും കൂട്ടുകുടുംബക്കാരോടും അങ്ങനെ എല്ലാവരോടും അവരവരുടെ ഉള്ളിൽ സ്നേഹം തോന്നണമല്ലേ. ഒരു ദിനം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾക്കും കൂടി അത് തോന്നണമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സഹജീവികളെയും നമ്മുടെ കൂടെയുള്ളവരെയും കൂടപ്പിറപ്പുകളെയും എല്ലാവരെയും സ്നേഹിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ചേർന്നാലാണ് ആ ജീവിതത്തിന് ഒരു സന്തോഷമുള്ളൂ അല്ലേ. എനിക്ക് മാത്രം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒരിക്കലും ഒരു മനസ്സമാധാനവും കിട്ടില്ല, സന്തോഷവും കിട്ടില്ല. ഇപ്പോൾ എത്ര സമ്പത്തുണ്ട്, ഞാൻ എത്ര പഠിച്ചു, എത്ര സമ്പാദിച്ചു, എത്ര വലിയ ആളായി എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു വേര് വേണമല്ലോ. ഒരു വേരില്ലാതെ ഒരു മരത്തിന് നിൽക്കാനാവില്ലല്ലോ. അപ്പോൾ ഇന്ന് കുടുംബദിനം എന്ന് കേട്ടപ്പോൾ ഞാൻ അതത്ര ഓർത്ത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സമാധാനം നിറഞ്ഞൊരു ജീവിതം ആശംസിക്കുകയാണ്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായിരുന്നു. പിന്നെ മീനും ഫ്രൈ ചെയ്തു, പനിഞ്ഞിലൊക്കെ ഫ്രൈ ചെയ്തു. അപ്പം നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവയും ഉള്ളിയും കൂടി അരിഞ്ഞ് താളിച്ച് കഴിഞ്ഞാൽ
ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇത് വൈകുന്നേരം ആട്ടോ. അപ്പോൾ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂവിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് അതായിരുന്നു. പിന്നെ ചെടികളുടെയൊക്കെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതെൻ്റെ ശംഖുപുഷ്പം പടർന്നു കയറിയേക്കണതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.